ഹലോ ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടിലുണ്ടായ പച്ചക്കറികൾ കൊണ്ട് ഉണ്ടാക്കുന്ന കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലിപ്പോൾ പച്ചമുളകും കപ്പങ്ങയും മാത്രമേ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ളൂ, ബാക്കിയൊക്കെ വാങ്ങിച്ചതാണ്. എന്നാലും ആ കുറച്ച് സംഭവങ്ങൾ വെച്ച് ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പരിപ്പ് കൊണ്ടുള്ള കപ്പങ്ങയും പരിപ്പൊക്കെ ഇട്ടിട്ടുള്ളൊരു നല്ല കറിയാണ്. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ കറി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടത് തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ സവാള, ചെറിയുള്ളി. ഈ കപ്പങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. പക്ഷേ ഈ കപ്പങ്ങ ഇട്ട് ചെയ്യുന്ന പരിപ്പ് കറിക്ക്, ഈ കറിക്ക് ഒരു പ്രത്യേക രുചിയുണ്ട്. അപ്പോൾ ഈ പരിപ്പ് കഴിച്ച് മടുത്തു എന്ന് പറയുന്ന ആൾക്കാർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ മടുപ്പൊക്കെ മാറും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഈ പരിപ്പ് കറി പിന്നെ ചാള പൊരിക്കുന്നുണ്ട്. അപ്പോൾ അല്ലാതെ ഈ കറി ഇപ്പോൾ മീനൊന്നും ഇല്ലെങ്കിലും ഈ കറിയൊക്കെ കൂട്ടി തന്നെ നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാം. അത്രയും ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ കപ്പങ്ങ ഞാൻ മുഴുവൻ എടുത്തിട്ടില്ല, അതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ പകുതി കപ്പങ്ങ മുറിച്ചിട്ടുണ്ട്. നല്ല പുളിയുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് വെളുത്തുള്ളി, ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു സവാള, പിന്നെ ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളക്. നമ്മുടെ പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്, അതൊരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ കറി വെക്കുമ്പോൾ ഉലുവ മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ ഈ കറിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ കപ്പങ്ങ, തക്കാളി, വെളുത്തുള്ളി, ചുവന്നുള്ളി, സവാളയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ പുളി ഇല്ലാത്ത തക്കാളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പുളി കുറച്ച് ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ പുളിയുള്ള തക്കാളി നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. കറിയിൽ ഞാൻ മുളക് പൊടി ചേർത്തിട്ടില്ല, 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള എരിവ് കിട്ടുന്നത് ഈ പച്ചമുളകിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ പരിപ്പും കപ്പങ്ങയും സവാളയും എല്ലാം ഒരുപോലെ തന്നെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് കടുകും വേപ്പിലയും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് നമുക്ക് ഇത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ പച്ചമുളകാണ് ചേർത്തത്, മുളക് പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ കാശ്മീരി പൊടിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കറിയിൽ പുളിക്ക് വേണ്ടിയിട്ടാണ് നല്ല പുളിയുള്ള തക്കാളി ചേർത്ത് കൊടുത്തത്. അപ്പോൾ തക്കാളിക്ക് പുളി കുറവാണെങ്കിൽ എക്സ്ട്രാ പുളി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൽ നെയ്യും ഉലുവയും ചേർക്കാൻ മറക്കരുത്. അതുണ്ടായാൽ തന്നെ ഈ കറിക്ക് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.